ലോഗോസ് ക്വിസ് 2024 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ. ഈ ചോദ്യോത്തരങ്ങൾ ശ്രദ്ധിക്കുന്നതിന് മുമ്പായി അധ്യായം 1-2 പ്രാവശ്യം വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചോദ്യം 1. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഫരിസേയരുടെ പുളിപ്പ് എന്ന് യേശു വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം കാപട്യം. ചോദ്യം 2. ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ ആര് ആരോട് എപ്പോൾ പറഞ്ഞു? ഉത്തരം യേശു ശിഷ്യരോട് പറഞ്ഞതാണിത്. സാഹചര്യം പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടിയപ്പോൾ അതാണ് പറയാൻ ഉണ്ടായിരുന്ന ആ അവസരം. ചോദ്യം 3. പൂരിപ്പിക്കുക. ഡാഷ് വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, ഡാഷ് അറിയപ്പെടാതിരിക്കുകയുമില്ല. ഉത്തരം മറഞ്ഞിരിക്കുന്നതൊന്നും. ആദ്യത്തെ ഫില്ലപ്പ്. രണ്ടാമത്തത് നിഗൂഢമായിരിക്കുന്നതൊന്നും. ഈ വചനം ഫുള്ളായി പറയുമ്പോൾ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. ചോദ്യം 4. വെളിച്ചത്ത് കേൾക്കപ്പെടും എന്നു യേശു പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം ഇരുട്ടത്ത് സംസാരിച്ചത്. ചോദ്യം 5. വീട്ടിൽ സ്വകാര്യ മുറികളിൽ വച്ച് ചെവിയിൽ പറഞ്ഞത് എവിടെ നിന്ന് പ്രഘോഷിക്കപ്പെടും എന്നാണ് യേശു പറയുന്നത്? ഉത്തരം പുരമുകളിൽ നിന്നും. ചോദ്യം 6. പൂരിപ്പിക്കുക. ഡാഷ് കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഉത്തരം ശരീരത്തെ. ചോദ്യം 7. നിങ്ങൾ ആരെ ഭയപ്പെടണം എന്നാണ് യേശു ആവശ്യപ്പെടുന്നത്? ഉത്തരം കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ. ചോദ്യം 8. ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് യേശു പഠിപ്പിക്കുന്നത് ശിഷ്യന്മാരെ എങ്ങനെ സംബോധന ചെയ്തതുകൊണ്ടാണ്? ഉത്തരം എൻ്റെ സ്നേഹിതരെ. ചോദ്യം 9. അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ലെന്ന് യേശു പറയുന്നത് ആരെക്കുറിച്ച്? ഉത്തരം കുരുവികളെക്കുറിച്ച്. ചോദ്യം 10. 2 നാണയത്തുട്ടിന് എത്ര കുരുവികൾ വിൽക്കപ്പെടുന്നുണ്ട്? ഉത്തരം 5 കുരുവികൾ. ചോദ്യം 11. നിങ്ങൾ എന്തിനേക്കാൾ വിലയുള്ളവരാണ് എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം അനേകം കുരുവികളേക്കാൾ. ചോദ്യം. യേശു ശിഷ്യന്മാരോട് നിങ്ങളുടെ എന്തുപോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയിച്ചത്? ഉത്തരം തലമുടി ഇഴ പോലും. ചോദ്യം. പൂരിപ്പിക്കുക. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ഡാഷ് മുമ്പിൽ ഡാഷ് ഏറ്റുപറയും. ഉത്തരം ദൈവദൂതന്മാരുടെ ആദ്യത്തെ ഫില്ലപ്പ്, രണ്ടാമത്തത് മനുഷ്യപുത്രനും. വാചകമായി പറയുമ്പോൾ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. ചോദ്യം. മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറയുന്നവൻ എവിടെയാണ് തള്ളിപ്പറയപ്പെടുന്നത്? ഉത്തരം ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ. ചോദ്യം. ആർക്കെതിരായി സംസാരിക്കുന്നവരോട് ക്ഷമിക്കപ്പെടുമെന്നും ആർക്കെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ലെന്നുമാണ് യേശു പറയുന്നത്? ക്ഷമിക്കപ്പെടുന്നത് മനുഷ്യപുത്രനെതിരായി, ക്ഷമിക്കാതിരിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനെതിരായി. അതായത് മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവരോട് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി സംസാരിക്കുന്നവരോട് ക്ഷമിക്കപ്പെടുകയില്ല. ചോദ്യം. എവിടെ നിങ്ങളെ കൊണ്ടുപോകുമ്പോഴാണ് എന്തു ഉത്തരം കൊടുക്കുമെന്നും എന്തു പറയണമെന്നും വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട എന്ന് യേശു പറയുന്നത്? ഉത്തരം സിനഗോഗുകളിലും അധികാരികളുടെയും
ഭരണാധിപന്മാരുടെയും മുമ്പിലും. ചോദ്യം: സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് ആര് ശിഷ്യന്മാരെ പഠിപ്പിക്കും എന്നാണ് യേശു അരുളി ചെയ്തത്? ഉത്തരം: പരിശുദ്ധാത്മാവ്. ചോദ്യം: പിതൃസ്വത്ത് താനുമായി പങ്കുവയ്ക്കാൻ സഹോദരനോട് കൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടവനോട് യേശു പറഞ്ഞ ഉപമയേത്? ഉത്തരം: ഭോഷനായ ധനികന്റെ ഉപമ. ചോദ്യം: പിതൃസ്വത്ത് താനുമായി പങ്കുവയ്ക്കാൻ തന്റെ സഹോദരനോട് കൽപ്പിക്കണമെന്ന് യേശുവിനോട് പറഞ്ഞത് ആര്? ഉത്തരം: ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ. ചോദ്യം: എങ്ങനെയുള്ള പണസഞ്ചികൾ കരുതി വയ്ക്കാനാണ് യേശു ആവശ്യപ്പെടുന്നത്? ഉത്തരം: പഴകിപ്പോകാത്ത. ചോദ്യം: സമ്പത്ത് വിറ്റ് ദാനം ചെയ്ത് എവിടെ നിക്ഷേപം സംഭരിച്ചു വയ്ക്കാനാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം: സ്വർഗത്തിൽ. ചോദ്യം: കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ചെയ്യാതെ നമ്മുടെ നിക്ഷേപം എവിടെ സംഭരിക്കാനാണ് യേശു പഠിപ്പിക്കുന്നത്? ഉത്തരം: സ്വർഗത്തിൽ. ചോദ്യം: പൂരിപ്പിക്കുക. നിന്റെ ഡാഷ് എവിടെയോ അവിടെ നിന്റെ ഡാഷ്. ആദ്യത്തെ ഫില്ലപ്പ് നിക്ഷേപം, രണ്ടാമത്തെ ഫില്ലപ്പ് ഹൃദയം. വചനം പറയുകയാണെങ്കിൽ നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. ചോദ്യം: യജമാനന്റെ വരവും കാത്ത് ഭൃത്യന്മാർ എങ്ങനെ ഉണർന്നിരിക്കുവാനാണ് യേശു ഉപദേശിക്കുന്നത്? ഉത്തരം: അരമുറുക്കിയും വിളക്കു കത്തിച്ചും. മറ്റൊരു വിധത്തിലും ഇതിന് ഉത്തരം വരുന്നുണ്ട്. അതായത്, കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കാൻ കാത്തിരിക്കുന്നവരെ പോലെ. അങ്ങനെ രണ്ട് തരത്തിൽ വചനം പറയുന്നുണ്ട്. ചോദ്യം: ഭാഗ്യവാന്മാരായ ഭൃത്യന്മാർ എന്ന് യേശു വിശേഷിപ്പിക്കുന്നത് എങ്ങനെയുള്ളവരെയാണ്? ഉത്തരം: യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. ചോദ്യം: യജമാനൻ അരമുറുക്കി ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് പരിചരിക്കുകയും ചെയ്യുന്നത് ആരെയാണ്? ഉത്തരം: യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാരെ. ചോദ്യം: യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ഭൃത്യന്മാർ എന്തുകൊണ്ടാണ് ഭാഗ്യവാന്മാരായി കരുതപ്പെടുന്നത്? ഉത്തരം: അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിനിരുത്തുകയും അടുത്തു ചെന്ന് അവരെ പരിചരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അവരെ ഭാഗ്യവാന്മാരായി കരുതുന്നത്. ചോദ്യം: രാത്രിയുടെ ഏതൊക്കെ യാമങ്ങളിൽ യജമാനൻ വരുമ്പോൾ ഭൃത്യന്മാർ ഒരുക്കമുള്ളവരായി കണ്ടാലാണ് അവർ ഭാഗ്യമുള്ളവരായി കരുതപ്പെടുക? ഉത്തരം: രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ. ചോദ്യം: കള്ളൻ ഏതു മണിക്കൂറിൽ വരുമെന്ന് ഗൃഹനായകൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ എന്തു ചെയ്യാൻ അനുവദിക്കുമായിരുന്നില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: തൻ്റെ വീട് കുത്തിത്തുറക്കാൻ. ചോദ്യം: പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ ആര് വരുന്നതിനാലാണ് സദാ ഒരുങ്ങിയിരിക്കാൻ യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം: മനുഷ്യപുത്രൻ. ചോദ്യം: കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? ആര് ആരോട് ചോദിച്ചു? ഉത്തരം: പത്രോസ് യേശുവിനോട്. ചോദ്യം: ഭാഗ്യവാനായ ഭൃത്യൻ എന്ന് യേശു വിശേഷിപ്പിക്കുന്നത് എങ്ങനെ ഉള്ളവനെയാണ്? ഉത്തരം: യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ. ചോദ്യം: യജമാനൻ വീട്ടുജോലിക്കാരുടെ മേൽ വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥനെ നിയമിക്കുന്നത് എന്തിന്? ഉത്തരം: യഥാസമയം അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതിന്. ചോദ്യം: എവിടെ തീയിടാനാണ് താൻ വന്നത് എന്നാണ് യേശു അറിയിക്കുന്നത്? ഉത്തരം: ഭൂമിയിൽ. ചോദ്യം: ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനകം എന്തു ചെയ്തിരുന്നെങ്കിൽ എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം: കത്തിജ്വലിച്ചിരുന്നെങ്കിൽ. ചോദ്യം: പൂരിപ്പിക്കുക. എനിക്ക് ഡാഷ് സ്വീകരിക്കാനുണ്ട്, അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു? ഉത്തരം: ഒരു സ്നാനം. ചോദ്യം: പൂരിപ്പിക്കുക.
ഭൂമിയിൽ ഡാഷ് നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഡാഷ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 2 ഫിലിപ്പിലെ ആദ്യത്തേത് സമാധാനം, രണ്ടാമത്തേത് ഭിന്നത. വചനം പറയുമ്പോൾ, ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ചോദ്യം: താൻ ഭിന്നിപ്പിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ യേശു ഇനിമേലിൽ ഒരു വീട്ടിൽ ഭിന്നിച്ചിരിക്കുന്ന എത്ര പേർ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്? ഉത്തരം: 5 പേർ. ചോദ്യം: ഇനിമേലിൽ ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവർ എപ്രകാരം ഭിന്നിച്ചിരിക്കും എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: 3 പേർ 2 പേർക്ക് എതിരായും 2 പേർ 3 പേർക്ക് എതിരായും. ചോദ്യം: ഭിന്നത നൽകാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ യേശു ചൂണ്ടിക്കാണിക്കുന്ന ഭിന്നതയുള്ള 3 ബന്ധങ്ങൾ ഏതെല്ലാം? ഉത്തരം: പിതാവ് പുത്രൻ, അമ്മ മകൾ, അമ്മായിയമ്മ മരുമകൾ. ചോദ്യം: മഴ വരുന്നു എന്ന് പറയുന്നത് എന്ത് ലക്ഷണം കണ്ടതിന് ശേഷമാണെന്നാണ് യേശു പറയുന്നത്? ഉത്തരം: പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ട്. ചോദ്യം: ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ അറിയാത്തവരെ യേശു വിളിക്കുന്നത് എന്ത്? ഉത്തരം: കപടനാട്യക്കാരെ. ചോദ്യം: അത്യുഷ്ണം ഉണ്ടാകും എന്ന് പറയുന്നതിൻ്റെ ലക്ഷണമെന്ത് എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: തെക്കൻ കാറ്റടിക്കുന്നത്. ചോദ്യം: ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ ജനത്തിനറിയാമെങ്കിലും അവർക്ക് അറിയാത്തത് എന്താണ് എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ. ചോദ്യം: നീ നിന്റെ ശത്രുവിനോട് കൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ എവിടെ വെച്ച് അവനുമായി രമ്യതപ്പെട്ടു കൊള്ളാനാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം: വഴിയിൽ വെച്ചു തന്നെ. ചോദ്യം: ശത്രുവുമൊത്ത് ന്യായാധിപന്റെ അടുക്കലെത്തുമ്പോൾ ന്യായാധിപൻ നിന്നെ ആർക്കാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഉത്തരം: കാരാഗൃഹ പാലകന്. ചോദ്യം: ശത്രുവുമൊത്ത് ന്യായാധിപന്റെ അടുക്കലെത്തുമ്പോൾ കാരാഗൃഹ പാലകന് ഏൽപ്പിക്കപ്പെടുന്ന നിന്നെ അവൻ എന്തു ചെയ്യും? ഉത്തരം: തടവിലാക്കും. ചോദ്യം: ന്യായാധിപനാൽ തടവിലാക്കപ്പെടുന്ന നീ എന്തു ചെയ്യുന്നതുവരെ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം: അവസാനത്തെ തൊട്ടുവരെ കൊടുക്കാതെ. ചോദ്യം: ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്തു ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവനോട്. യേശു. ചോദ്യം: പിതൃസ്വത്ത് സംബന്ധിച്ച് തർക്കവുമായി വന്നവനോട് യേശു എന്തിൽ നിന്ന് അകന്നിരിക്കാനാണ് ആഹ്വാനം ചെയ്തത്? ഉത്തരം: എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന്. ചോദ്യം: സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്ന് യേശു പറയുന്നത് എന്തിനെ പറ്റിയാണ്? ഉത്തരം: മനുഷ്യ ജീവിതത്തെ പറ്റി. ചോദ്യം: ഭോഷനായ ധനികൻ തനിക്ക് എന്തിന് സ്ഥലമില്ലല്ലോ എന്നാണ് ചിന്തിച്ചത്? ഉത്തരം: ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ. ചോദ്യം: ഭോഷനായ ധനികൻ എന്തു പൊളിച്ചാണ് കൂടുതൽ വലിയവ പണിയും എന്ന് ചിന്തിച്ചത്? ഉത്തരം: അറപ്പുരകൾ. ചോദ്യം: ഭോഷനായ ധനികൻ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയാനുള്ള കാരണമെന്ത്? ഉത്തരം: ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട്. ചോദ്യം: മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്ന് ബോധ്യമാക്കാൻ യേശു പറഞ്ഞ ഉപമയേത്? ഉത്തരം: ഭോഷനായ ധനികന്റെ ഉപമ. ചോദ്യം: ഭോഷനായ ധനികൻ തന്റെ അറപ്പുരയിൽ എത്ര നാളത്തേക്ക് വേണ്ട വിഭവങ്ങളാണ് സംഭരിച്ചത്? ഉത്തരം: അനേക വർഷത്തേക്ക്. ചോദ്യം: അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ സംഭരിച്ച ഭോഷനായ ധനികൻ തുടർന്ന് എന്ത് ചെയ്യുവാനാണ് തീരുമാനിച്ചത്? ഉത്തരം: വിശ്രമിക്കാനും തിന്നു കുടിച്ച്. ചോദ്യം: അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ സംഭരിച്ച ധനികനായ ഭോഷനായ മനുഷ്യൻ വിശ്രമിക്കാനും തിന്നു കുടിച്ച് ആനന്ദിക്കാനും ആരോടാണ് പറയുന്നത്?
ഉത്തരം സ്വന്തം ആത്മാവിനോട്. ചോദ്യം: ഭോഷനായ ധനികനോട് ദൈവം രാത്രിയിൽ എന്താവശ്യപ്പെടും എന്നാണ് യേശു പറയുന്നത്? ഉത്തരം: ആത്മാവിനെ അവനിൽ നിന്നും ആവശ്യപ്പെടും. ചോദ്യം പൂരിപ്പിക്കുക: ഭോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഡാഷ് ആരുടേതാകും? ഫില്ലപ്പ് ഒരുക്കി വച്ചിരിക്കുന്നത്. വചനമായി പറയുമ്പോൾ, ഭോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നത് ആരുടേതാകും? ചോദ്യം: തനിക്കു വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെച്ച് സ്വയം സമ്പന്നനാകാതെ നാം എവിടെയാണ് സമ്പന്നനാകേണ്ടത്? ഉത്തരം: ദൈവസന്നിധിയിൽ. ചോദ്യം: ജീവനെ പറ്റിയുള്ള മനുഷ്യന്റെ ആകുലത എന്ത്? ഉത്തരം: എന്തു ഭക്ഷിക്കും എന്ന്. ചോദ്യം: എന്തിനു വേണ്ടിയാണ് ശരീരത്തെപ്പറ്റി നിങ്ങൾ ആകുലരാകേണ്ട എന്ന് യേശു പറയുന്നത്? ഉത്തരം: എന്തു ധരിക്കും എന്നതിനെ പറ്റി. ചോദ്യം: എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ ആകുലരാകേണ്ട എന്ന് യേശു അരുളി ചെയ്തത് എന്തുകൊണ്ട്? ഉത്തരം: ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ് എന്ന് സൂചിപ്പിക്കാനാണ്. ചോദ്യം: വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. ഇപ്രകാരം ലൂക്കാ സുവിശേഷത്തിൽ യേശു പറയുന്നത് ഏതു പക്ഷിയെ പറ്റിയാണ്? ഉത്തരം: കാക്കകൾ. ചോദ്യം: ദൈവപരിപാലനെ പറ്റിയുള്ള പ്രബോധനത്തോട് ബന്ധപ്പെടുത്തി യേശു പറഞ്ഞ ഈ വചനം പൂരിപ്പിക്കുക. ഡാഷ് ഭക്ഷണത്തിനും ശരീരം ഡാഷിനും ഉപരിയാണ്. ഉത്തരം: ജീവൻ, രണ്ടാമത്തെ ഫില്ലപ്പ്, വസ്ത്രത്തിനും. വചനമായി പറയുമ്പോൾ, ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. ചോദ്യം പൂരിപ്പിക്കുക: ആകുലരാകുന്നത് കൊണ്ട് ഡാഷ് ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളിൽ ആർക്ക് സാധിക്കും? ഉത്തരം: ആയുസ്സിന്റെ ദൈർഘ്യം. ചോദ്യം: ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി ആകുലരാകുന്നത് എന്തിന്? ഇവിടെ യേശു പരാമർശിക്കുന്നത് എന്തു ചെയ്യുന്നതിനെ പറ്റിയാണ്? ഉത്തരം: ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടുന്നത്. ചോദ്യം: സോളമൻ പോലും തന്റെ സർവമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. എന്തിനെ പോലെ? ഉത്തരം: ലില്ലികളെ പോലെ. ചോദ്യം: ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമാണ് എങ്കിലും ദൈവം അവയെ പരിപാലിക്കുന്നുണ്ട്. എന്തിനെ? ഉത്തരം: വയലിലെ പുല്ലിന്. ചോദ്യം: നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. ഏതെല്ലാം? ഉത്തരം: എന്തു തിന്നുമെന്നും എന്ത് കുടിക്കുമെന്നും. ചോദ്യം: എന്തിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴാണ് യേശു ശിഷ്യന്മാരെ അല്പവിശ്വാസികളെ എന്ന് വിളിക്കുന്നത്? ഉത്തരം: ദൈവ പരിപാലനയെക്കുറിച്ച്. ചോദ്യം: എന്തു തിന്നുമെന്നും എന്തു കുടിക്കുമെന്നുമെല്ലാം വിചാരിച്ച് അന്വേഷിച്ച് ആകുലരാകുന്നത് ആരാണെന്നാണ് യേശു അരുളി ചെയ്യുന്നത്? ഉത്തരം: ഈ ലോകത്തിന്റെ ജനതകൾ. ചോദ്യം: ഈ ലോകത്തിന്റെ ജനത എന്തു തിന്നുമെന്നും എന്തു കുടിക്കുമെന്നും വിചാരിച്ച് അത് അന്വേഷിക്കുന്നു. ശിഷ്യന്മാരോട് എന്ത് അന്വേഷിക്കാനാണ് യേശു ആവശ്യപ്പെടുന്നത്? ഉത്തരം: അവിടുത്തെ രാജ്യം. ചോദ്യം: ചെറിയ അജഗണത്തിന് എന്തു നൽകാനാണ് പിതാവ് പ്രസാദിച്ചിരിക്കുന്നത്? ഉത്തരം: രാജ്യം നൽകാൻ. പൂരിപ്പിക്കുക: ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് ഡാഷ്. ഉത്തരം: പ്രസാദിച്ചിരിക്കുന്നു.